ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം 2023 മാർച്ചിലെ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30 വരെ നമ്മൾ പറഞ്ഞു. ബാലൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31 कि श्रीपद बेहद गमवार आदमी है, खाने की मेज़ पर बैठकर पसीना सुखाता है. मैं कहता हूँ दीदी, मैं इतनी मुद्दत के बाद यहाँ आया हूँ. तुम्हारा छोटा भाई हूँ. तुम लोगों से मिलने की हमरत दिल में लिए हुए न जाने कब से इस महान भारत के नगर नगर फड़क रहा हूँ और तुम्हें मेरा पल भर को भी यहाँ बैठना नहीं सुहाता. ഒരു വലിയ കോൺവെർസേഷനാണ് കൊടുത്തേക്കുന്നത്. ഉപയുക്ത സംവാദ് ഇത് ഏതിലെയാണ്? അഞ്ചോദീതി നാടകമേ കിസ്കെ ദ്വാര കഹാ ഗയാ ഹെ. അഞ്ചോദീതി നാടകത്തിലെയാണ് ഈ ഡയലോഗ്. ഇത് ആര് പറഞ്ഞതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് പറഞ്ഞത്? ശ്രീപദ്. നമ്മുടെ കൊട്ടേഷനിൽ തന്നെ ശ്രീപദം ഉണ്ട്. അപ്പം ശ്രീപദാണ് ആൻസർ. കൊട്ടേഷൻ ഒന്നുകൂടെ പറയാം. कि श्रीपद बेहद गमवार आदमी है, खाने की मेज़ पर बैठकर पसीना सुखाता है. मैं कहता हूँ दीदी, मैं इतनी मुद्दत के बाद यहाँ आया हूँ. तुम्हारा छोटा भाई हूँ. तुम लोगों से मिलने की हसरत दिल में लिए हुए न जाने कब से इस महान भारत के नगर नगर फड़क रहा हो और तुम्हें मेरा पल भर को भी यहाँ बैठना नहीं सुहाता. സന്ദർഭമൊക്കെ അറിയാൻ നമുക്ക് നാടകം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32 जिसकी आत्मा कमजोर हो, जिसे लालच स्वार्थ ने घेर रखा, जो जाने का मतलब यही है, जो फूल लेकर जाता है वह स्वर्ग लेकर लौटता है, इसलिए श्रद्धा देना जानती है. आप इस बेकरी को जितना दे उतना कम है. ഇത് ഏതിലെയാണ്? പേര് അതിൽ തന്നെ വരുന്നുണ്ട്. ഉപയുക്ത സംവാദ് ബെക്കരി നാടകിലെയാണ്. ബെക്കരി നാടകക്കെ കിസ്കെ ദ്വാര കഹാ ഗയാ ഹെ. ഇതിൽ ബെക്കരി നാടകിൽ ആര് പറയുന്ന ഡയലോഗാണിത്? ആരാണിത് പറഞ്ഞത്? സത്യവീറാണ്. ഒന്നുകൂടെ പറയാം ഡയലോഗ്. ജിസ്കി ആത്മാ കംസോർ ഹോ, ജിസെ ലാലച്ച് സ്വാർത്ഥ സെ ഘേർ രഖാ, ജോ ജാനെ का मतलब नहीं यही है, जो फूल लेकर जाता है वह स्वर्ग लेकर लौटता है, इसलिए श्रद्धा देना जानती है. आप इस बेकरी को जितना दे उतना कम है. ഇത് ബേക്കരി നാടകിലെ സത്യവീർ പറയുന്ന ഡയലോഗാണ്. അപ്പം നാടകങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്നാലേ അതിൽ ഡയലോഗുകൾ എടുത്താണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33 हम दोनों एक ही नाव के यात्री थे. यह कथन किसने किसके बारे में कहा है? हम दोनों एक ही नाव के यात्री थे. ഇത് ആര് പറഞ്ഞതാണിത്? ശിവരാനി ദേവിനെ പ്രേംചന്ദ് കെ ബാരെ में. ശിവരാനി ദേവി പ്രേംചന്ദിനെ കുറിച്ച് പറഞ്ഞതാണ്. ഹം ദോനോ एक ही नाव के यात्री थे. नेक्स्ट क्वेश्चन नंबर 34 मैं अब परिधियों लाक सकती थी, सीमाएं तोड़ सकती थी. दरअसल सीमा में रहना मुझे सदैव कचोड़ता है, इसलिए सीमा को तोड़ना मात्र का आभास ही मुझे अत्यधिक सुखदारी लगता है. ഉപയുക്ത കഥൻ കിസ് പുസ്തക में है. ഇത് ഏത് പുസ്തകത്തിലെയാണ്? ആപ്ഹുദരിയിലെയാണ്. ആപ്ഹുദരി. ഡയലോഗ് ഒന്നുകൂടെ പറയാം, സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം. मैं अब परिधियां लाक सकती थी, सीमाएं तोड़ सकती थी. दरअसल सीमा में रहना मुझे सदैव कचोड़ता है, इसलिए सीमा को तोड़ना मात्र का आभास ही मुझे अत्यधिक सुखदारी लगता है. उपयुक्त कथन किस पुस्तक में है? आप्हुदरी. नेक्स्ट क्वेश्चन नंबर 35 चंपा पात्र का निम्नलिखित में से किसके जीवन काल में महत्वपूर्ण स्थान कहा? ചമ്പ എന്ന് പറയുന്ന പാത്രം ആരുടെ ജീവിതകാലത്തിലാണ് മഹത്വപൂർണ്ണ സ്ഥാനമുള്ളത്? ആരുടേതാണ്? ഹരിവംശ് റായ് ബച്ചൻ്റെയാണ്.
हरिवंश राय बच्चन. Next question number 36. अध्यापिका शीला अग्रवाल ने किसके जीवन निर्माण में महत्वपूर्ण भूमिका निभाई? അധ്യാപിക ഷീല അഗർവാൾ ആരുടെ ജീവിതത്തിലാണ് മഹത്വപൂർണ്ണമായ സ്ഥാനം വഹിച്ചത്? മന്നു ഭണ്ഡാരിയുടേതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. നാടകമായാലും ഉപന്യാസമായാലും ആത്മകഥയായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതിൻ്റെ മൈന്യൂട്ട് പോയിന്റുകളാണ് എടുത്ത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. क्वेश्चन नंबर 37. किसी देश में भी सभी पेड़ भरे हुए नहीं होते, किंतु वे लोग जहाँ खेत जोतते बोते हैं वहीं उसके साथ यह भी सोचते हैं कि ऐसी कौन नई कल व मसाला बनावे जिससे इस खेत में आगे से दून अनाज उपजे. उपयुक्त पंक्ति किस निबंध से उद्धृत है? ഇത് ഏത് നിബന്ധത്തിൽ നിന്നാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമ്മൾ ആത്തവണ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 37 UGC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. കറക്റ്റ് ആൻസർ അതില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. രചനായെ സ്വയം पाठकों से संवाद कर बहुत कुछ बताएंगी और यह भी बताएंगी कि लेखक का ध्यान रचनाओं में दो ही बिंदुओं पर रहा है. एक तो विचार चिंतन और दूसरा लालित्य जो कह सके. लालित्य निबंध ठहरी हुई विधा नहीं है. ഉപയുക്ത കഥൻ കിസ് നിബന്ധകാർ കാ ഹെ? ഇത് ഏത് നിബന്ധകാരൻ്റെതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വിവേകി റായിയുടെ ആണ് ഈ കഥൻ. ആരുടേതാണ്? വിവേകി റായ്. रचनाएं स्वयं पाठकों से संवाद कर बहुत कुछ बताएगी और यह भी बताएगी कि लेखक का ध्यान रचनाओं में दो ही बिंदुओं पर रहा है. एक तो विचार चिंतन और दूसरा लालित्य जो कह सके. ലളിത നിബന്ധ ടഹരി ഹുയി വിധ നെഹി ഹെ. ഇത് പറഞ്ഞത് ആരാണ്? വിവേകി റായ് ആണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിമ്നലിഖിത മേം സെ കോൻ വിദ്യാനിവാസ് മിശ്ര കൃത് നിബന്ധ് നെഹി ഹെ? ഏതാണ് വിദ്യാനിവാസ് മിശ്രൻ്റേത് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോട്ടെ ചോട്ടെ സുഖ് തന്നേക്കുന്നതിൽ വിദ്യാനിവാസ് മിശ്രൻ്റേതല്ല. അപ്പം ബാക്കിയെല്ലാം വിദ്യാനിവാസ് മിശ്രൻ്റേതാണ്. അപ്പം ബാക്കി ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കി വയ്ക്കണം. സാഹിത്യ കെ സരോകാർ, കവിത കാ ദേര, വ്യക്തി വ്യഞ്ജൻ ഗദ്യ. ഇതെല്ലാം ആരുടേതാണ്? വിദ്യാനിവാസ് മിശ്രൻ്റേതാണ്. സാഹിത്യ കെ സരോകാർ, കവിത കാ ദേശ്, വ്യക്തി വ്യഞ്ജക് ഗദ്യ ഇതെല്ലാം വിദ്യാനിവാസ് മിശ്രൻ്റേതാണ്. ഓക്കെ, താങ്ക് യു.